മുശ്രിക്കുകൾ പോലും മഴ തരുന്നത് അള്ളയെന്നാ വിശ്വസിച്ചത്. എന്നാലോ ഇവരിപ്പോ എവിടെ എത്തിയെന്നറിയോ? മഴ തരുന്നത് മുഹീദ്ദീൻ ശൈഖാനാ ഇപ്പൊ പറയണത്. മുഹീദ്ദീൻ ശൈഖിനോട് പറയണത് നിങ്ങൾ മഴ തരുന്ന ആളാണ്. വെറുതെ പറയണല്ല, ഇത് കുത്തുബിയത്താണ്. കുത്തുബിയത്തെ ഈ കുത്തുബിയത്ത് എന്ന് പറയുന്ന സാധനം, ഈ കുത്തുബിയത്ത് എന്ന് പറയുന്ന സാധനം ഇതില് എന്താ പറയുന്നറിയോ? ഇതാരാ ഉണ്ടാക്കിയത്? ഇത് ഉണ്ടാക്കിയത് സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ്. കായൽ പട്ടണത്തുകാരനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി. അയാൾ ഈ കുത്തുബിയത്ത് ഉണ്ടാക്കാൻ എന്താ കാരണം? മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എഴുതിച്ചതാണെന്നാണ്. സുഹൃത്തുക്കളെ, മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എഴുതിച്ചു എന്നാണ്. എന്താണ്? ഒരിക്കല് ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഉറങ്ങുമ്പോ ഒരു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരു സുമുഖൻ വിഷാദമുഖത്തോടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്റെ പിതാമഹന്റെ മധുഹുകൾ മാത്രം പറഞ്ഞ് എന്നെ തീരെ വിസ്മരിക്കുന്നതിൽ എനിക്ക് പരിഭവമുണ്ട്. കണ്ടോ? ഒരാൾ വന്നിട്ട് സദഖത്തുല്ലാഹിൽ ഖാഹിരിനോട് സ്വപ്നത്തിൽ പറഞ്ഞു, ഈ റസൂലുള്ളാഹിയുടെ മധുഹ് മാത്രമാണല്ലോ പറയേണ്ടത്, എന്താ എന്നെ പറ്റി എഴുതാത്തത്? എന്നെ പറ്റി എന്താ നിനക്കൊന്നും എഴുതാല്ലേ എന്ന് ചോദിച്ചു. സ്വപ്നമുണർന്നപ്പോൾ അടയാളത്തിലൂടെ ആഗതനെ മനസ്സിലായി. ഷെയ്ഖ് മുഹീദ്ദീൻ ആയിരുന്നു ആഗതൻ. പിന്നെ താമസിച്ചില്ല, തന്റെ കാവ്യവചനങ്ങൾ കടലാസിൽ ചിന്തി. അതാണ് സുപ്രസിദ്ധമായ കുത്തുബിയത്ത് എന്ന കാവ്യ സമാഹാരം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെവിടെയുള്ളത്? ദക്ഷിണേന്ത്യൻ സിയാറത്ത് ഡയറി. ഇതെന്തിനാന്നറിയോ ഈ ഡയറി? ഇത് സിയാറത്ത് ഡയറിയാണ്. ഏതെങ്കിലും മനുഷ്യന്മാര് ഖബർ സിയാറത്തിന് പോയിട്ട് സുന്നത്തായ സിയാറത്ത് ചെയ്തിട്ട് വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് ശരിയായ ശിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകാനുള്ള ഡയറിയാണ്. ആരും ശിർക്ക് ചെയ്യാത്തൊരു സിയാറത്ത് ഉണ്ടായിക്കൂടല്ലോ. അതുകൊണ്ട് ശരിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. അതിലാണ് പറഞ്ഞത് കുത്തുബിയത്ത് ഇപ്പൊ ആരുണ്ടാക്കിയതാ? സദഖത്തുല്ലാഹിൽ ഖാഹിരി. അയാളോട് ആരേത് ഉണ്ടാക്കാൻ പറഞ്ഞത്? മുഹീദ്ദീൻ ശൈഖ് തന്നെ. ഇജെന്താ എന്നെ മറന്നിക്കണ് ചങ്ങായി? ഇജ്ജ് എല്ലാരെ കുറിച്ച് എഴുതുണ്ടല്ലോ, എന്നെ കുറിച്ച് എന്താ എഴുതാത്തത്? അങ്ങനെയാണ് മൂപ്പർ എഴുതിയത്. അതിലൊരു വരിയുണ്ട്, ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് വല്ല സഹാബിയുടെ പേരാണ്, അല്ലെങ്കിൽ വല്ല ഇമാമിങ്ങളെ പേരാന്ന് വിചാരിക്കും. ഇയാളെ പറ്റി ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ എന്താണെന്നറിയോ? സദഖത്തുല്ലാഹിൽ ഖാഹിരി ആരാന്നാ പറഞ്ഞത്? കുതിരപ്പട്ടാണി. ഇയാള് കുതിരപ്പട്ടാണിയാണല്ലോ. കുതിരപ്പട്ടാണി എന്ന് പറഞ്ഞപ്പോ കാന്തപുരത്തിനോട് അല്ല ഇ.കെനോട് ചോദിച്ചു, നിങ്ങൾ സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണോ കുതിരപ്പട്ടാണി എന്ന് പറഞ്ഞത്? അപ്പൊ മൂപ്പരെ തിരിച്ചു ചോദ്യം, അങ്ങനെ അതുപോലെ എത്ര കുതിരപ്പട്ടാണികൾ ഉണ്ട് എന്നാ മൂപ്പര് ചോദിച്ചു. എടോ, അങ്ങനെ എത്ര കുതിരപ്പട്ടാണി ഉണ്ട്? അങ്ങനത്തെ സാക്ഷാൽ ഇ.കെയുടെ ഭാഷയിൽ കുതിരപ്പട്ടാണി, വേറെ ചില ആൾക്കാരുടെ ഭാഷയിൽ മല പോലത്തെ പണ്ഡിതൻ. അയാൾ ഉണ്ടാക്കിയ കുത്തുബിയത്തിലൊരു വരി, യാ ഖുതുബാഹിലിസ്സമാ വൽഅർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി. ആകാശഭൂമിയുടെ ഖുതുബും ഗൗസുമായ മഹാനവറുകളെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് കേട്ടോ. എന്താ മുഹീദ്ദീൻ ശൈഖിന്റെ വിശേഷണം പറഞ്ഞത്? ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. മുഹീദ്ദീൻ ശൈഖിന്റെ വിശേഷണം എന്തൊക്കെയാണ്? ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാൻ. ഇത് ഇസ്ലാമാണോ? മക്കയിലെ മുശ്രിക്കിന് വരെ ഈ വിശ്വാസമുണ്ടോ? മുശ്രിക്കിനോട് വരെ ചോദിക്കുന്നു, ആരാണ് മഴ തരുന്നത്? അവൻ പറയാ അല്ലാഹ്. ഇവരെവിടെ എത്തി? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചോദിച്ചത്? നമ്മളോട് പറയുന്നു, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ കുടിക്കുന്ന, നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങാനും അള്ളയൊന്ന് വറ്റിച്ചാൽ നിങ്ങൾക്ക് ആരുണ്ടടോ ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് തരാൻ? റബ്ബിന്റെ വെല്ലുവിളി. ഇവര് വേണമെങ്കിൽ പറയും മുഹീദ്ദീൻ ശൈഖ് ഉണ്ട്. അള്ളാഹ് വീണ്ടും ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശറബൂൻ
അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ വെള്ളം കാർമേഘത്തിൽ നിന്ന് താഴോട്ടിറക്കിയത് നിങ്ങളാണോ അതോ നാമാണോ? അല്ലാഹുവിന്റെ ചോദ്യം. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹ് ഇറക്കുന്നത് വേറൊരാൾക്ക് അതിന് കഴിയൂല.